ഈ മഴ വരുന്ന സമയത്ത് വെറുതെ ഹോസ്റ്റലിൽ ഇരുന്ന് മതിയെന്ന് തോന്നിപ്പോയ ദിവസമായിരുന്നു ഞായറാഴ്ച. ഞാനൊരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡ്രസ്സ് കണ്ടേ. അപ്പോൾ ആ സെയിം പാറ്റേൺ അല്ലെങ്കിൽ ആ സെയിം കളർ ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോത്തീസിലോട്ട് പോയതാണ്. പോത്തീസിലോട്ട് ചെന്ന് ആ ക്രോസ് ചെയ്യാൻ നിന്ന സമയത്തല്ലേ നല്ല തിരക്കായിരുന്നു. വണ്ടി ഒന്ന് നിർത്തി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം അവിടെ നിന്നിട്ട് എങ്ങനെയൊക്കെയോ ക്രോസ് ചെയ്ത് നേരെ പോത്തീസിലെത്തി എത്തിയേ. അവിടെ വന്നപ്പോൾ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇത്രമാത്രം ആൾക്കാർ ഡ്രസ്സ് എടുക്കാൻ ഒരു ദിവസം വരുമോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ പരസ്പരം പറഞ്ഞു. ഞങ്ങൾ ചെന്ന സമയം നല്ല സമയമായിരുന്നു, KST ഒക്കെ കിട്ടി. എന്നിട്ട് ഞങ്ങൾ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനെ ബാഗ് വേണമായിരുന്നു. അവിടെ ചെന്നപ്പോൾ നല്ല റേറ്റ്, ഇത്ര റേറ്റൊക്കെ ഒരു ബാഗിനുണ്ടോ എന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചേ. ഞാൻ അത്രയും വലിയ ബാഗൊന്നും വാങ്ങിയിട്ടില്ല, നമ്മൾ നിസ്സാരം ചെറിയ എമൗണ്ടിനുള്ള ബാഗൊക്കെ അല്ലേ ഇങ്ങനെ വാങ്ങാറുള്ളൂ. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നേരെ ചെന്ന്, നമുക്കറിയാം മെറ്റീരിയൽ ഏത് സെക്ഷനിലാണെന്ന്, എന്നാൽ പോലും നമ്മൾ എല്ലാ ഫ്ലോറിലും ഇങ്ങനെ കയറി ഇറങ്ങിയാണ് പോയത്. അങ്ങനെ ആദ്യത്തെ ഫ്ലോറിൽ ചെന്നപ്പോൾ അവിടെ കുറേ ഡ്രസ്സുണ്ട്. വെറുതെ എല്ലാത്തിനെയും എൻ്റെ ഫ്രണ്ട് നന്നായിട്ട് തയ്ക്കും. അപ്പോൾ അവളിങ്ങനെ ഈ തയ്ച്ചതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ എങ്ങനെ തയ്ക്കാമെന്നൊക്കെ ഇങ്ങനെ ഓരോ ഡ്രസ്സിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കി ഞങ്ങൾ നേരെ മെറ്റീരിയലിരിക്കുന്ന സെക്ഷനെത്തി. അവിടെ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന ചേച്ചിമാരോടും ചേട്ടന്മാരോടൊക്കെ നമ്മുടെ ഡ്രസ്സിൻ്റെ കളറും പാറ്റേണൊക്കെ കാണിച്ചു കൊടുത്തു. ഏകദേശം പാറ്റേൺ ഒന്ന് ശരിയായാൽ മതി, കളർ കുഴപ്പമില്ലാന്ന് നോക്കിയിട്ട് രണ്ടും ഒരു രീതിയിലും അടുക്കുന്നില്ല. ഒന്നെങ്കിൽ പാറ്റേൺ കിട്ടും, പാറ്റേണും കിട്ടിയില്ല, സത്യം പറഞ്ഞാൽ കളറും കിട്ടിയില്ല. എന്നിട്ടും കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നടന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മെറ്റീരിയലൊക്കെ എടുത്ത് കാണിച്ചിട്ട് എന്നോട് പറയുന്നുണ്ട്, ഈ മെറ്റീരിയൽ എടുക്കുക, അതിങ്ങനെ തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ നമ്മൾ ആ വീഡിയോ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു വിഷമമായിരുന്നു. കുറേ തപ്പി, എന്നിട്ടൊന്നും കിട്ടിയില്ല. എന്നിട്ട് എന്താ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്, സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനാണോ പോത്തീസി വന്നതെന്ന് പോലും ഞങ്ങൾക്ക് സംശയം തോന്നി. എന്നിട്ട് നേരെ എസ്കലേറ്ററിൽ ചെന്നേ. സത്യം പറയല്ലോ, ഇപ്പോഴും എനിക്കിത് കയറാൻ ഭയങ്കര പേടി. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ എന്നോട് പറയും, ആരോടും പറയരുത് ഈ പേടിയെ പറ്റുന്ന. ഞാൻ കുറേ തവണ കയറിയിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് പേടിയാണ്. എന്നിട്ട് ഇന്നുണ്ടോ എൻ്റെ ഫ്രണ്ട് ആ പഴയ പണി തന്നെ, ഡ്രസ്സിൻ്റെ റേറ്റ് നോക്കുക, എന്നിട്ട് പരസ്പരം എന്തെങ്കിലുമൊക്കെ പറയാം. നേരെ താഴെ ചെന്നപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെന്നപ്പോൾ ഓഫറിന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരാവശ്യമില്ല, വെറുതെ തുറന്ന് നോക്കുക, അതവിടെ വയ്ക്കുക, എന്താണെന്ന് നോക്കുക, അതിൻ്റെ വലിപ്പം നോക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റിനെ പറ്റി സംസാരിക്കുക. ആ സമയത്ത് അവിടെ ഒരു കുഞ്ഞു മോള് ഒരു ബോട്ടിലെടുത്തിങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കയ്യിൽ നിന്ന് അതും മേടിച്ചിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് പതിയെ ഇങ്ങനെ അതിൻ്റെ അമ്മയെ വിളിക്കുന്നുണ്ട്. നേരെ അത് പെട്ടെന്ന് തന്നെ എൻ്റെ കൈ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളവിടെ നിന്ന് സ്ഥലം വിട്ടു. പിന്നെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്തിനാ പോയത്.